വെൽക്കം ബാക്ക്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പുതിയൊരു ഗ്രാമർ കോഴ്സ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഗ്രാമർ ലെസൺസിൽ നിന്നും അല്പം ഡിഫറെന്റ് ആണ്. പരീക്ഷകൾക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാം, അതിനാവശ്യമായ ഗ്രാമറും ടിപ്സും അതാണ് നമ്മുടെ ഈ ക്ലാസ്സസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ലെസൺസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ ലെസൺസ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീഡിയോസ് പതിവായി കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളുടെ റെഗുലർ ഗ്രാമർ കോഴ്സ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അതിലുള്ളതായിരിക്കും. അതിനിടയിൽ ഈ കോഴ്സിലുള്ള വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ പലർക്കും ഇത് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടായിരിക്കും. ഒരു ഭാഷയിലെ ഏറ്റവും ബേസിക് ആയ യൂണിറ്റ് എന്ന് പറയുന്നത് അതിലെ വേർഡ്സ് തന്നെയാണ്. പക്ഷെ ഈ വേർഡ്സിനെ ഒരു പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ച് സെന്റൻസസ് നിർമ്മിക്കുമ്പോൾ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം സാധ്യമാവുകയുള്ളൂ. എല്ലാ ഭാഷയിലും അവരുടെ സെന്റൻസസിന് ചില പ്രത്യേക പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസിലാണ് നമ്മൾ വേർഡ്സിനെ അടുക്കി വെക്കേണ്ടത്. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയ പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബാണ്. ഒരു സെന്റൻസിൽ നിർബന്ധമായും ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കണം. മറ്റു വാക്കുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയ ഒരു സെന്റൻസിൽ ഇത് രണ്ടും എങ്കിലും ഉണ്ടായിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആയിരിക്കാം, പ്രൊനൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ING ഫോം ആയിരിക്കാം. റയർലി ടു ഇൻഫിനിറ്റീവ്സും നമ്മൾ സബ്ജക്റ്റായി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നോർമലി സബ്ജക്റ്റ് ഒരു നൗണോ പ്രൊനൗണോ ING ഫോമോ ആയിരിക്കും. വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സ് അല്ലാതെ ഓക്സിലറീസും വേർബ്സ് ആയി വരാറുണ്ട്. ഏറ്റവും സിമ്പിളായ സെന്റൻസസ് നോക്കൂ. ഐ തിങ്ക്. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഐ എന്ന പ്രൊനൗൺ ആണ് സബ്ജക്റ്റ്. തിങ്ക് അതാണ് വെർബ്. ഞാൻ ചിന്തിക്കുന്നു, അതാണ് ഈ സെന്റൻസിനർത്ഥം. ഐ തിങ്ക്. ഇനി സബ്ജക്റ്റ് മാറ്റി നോക്കാം. നമുക്ക് യു ഉപയോഗിക്കാം. യു തിങ്ക്, നീ ചിന്തിക്കുന്നു. ഇനി സബ്ജക്റ്റ് ഹി നമുക്ക് ഉപയോഗിക്കാം. ഹി തിങ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തിങ്ക് എന്നല്ല, തിങ്സ് എന്നാണ്. കാരണം ഹി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. സിംഗുലർ പ്രൊനൗൺസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സും സിംഗുലർ ആയിരിക്കണം. മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷിനുള്ള ഒരു പ്രത്യേകതയാണിത്. ഇത് തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. എല്ലാ ലാംഗ്വേജസിലും നൗൺസും പ്രൊനൗൺസും സിംഗുലറും പ്ലൂറലും ആവാറുണ്ട്. ഇംഗ്ലീഷിൽ നൗൺസിനും പ്രൊനൗൺസിനും മാത്രമല്ല വേർബ്സിനും സിംഗുലർ ഫോംസും പ്ലൂറൽ ഫോംസും ഉണ്ട്. ഇതാണ് പ്രശ്നം. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ സിംഗുലർ വേർബ്സ് യൂസ് ചെയ്യണം. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ പ്ലൂറൽ വേർബ്സ് യൂസ് ചെയ്യണം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഹി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നുണ്ട്. ഹി തിങ്ക് എന്നല്ല, ഹി തിങ്സ് എന്നാണ് പറയുന്നത്. രാജു തിങ്സ്. രാജുവും ഒരു സിംഗുലർ നൗൺ ആണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന നൗൺസിനും പ്രൊനൗൺസിനുമാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. ഹി എന്ന് പറയുമ്പോൾ ഒരാളാണ്, അവൻ. അതുകൊണ്ട് തന്നെ അതൊരു സിംഗുലർ പ്രൊനൗൺ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. മറ്റ് ടെൻസസിൽ ഒന്നും ഈ പ്രത്യേകതയില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ എല്ലാം തന്നിട്ടുള്ളത്. കാരണം വെർബിന്റെ ഏറ്റവും ബേസിക് ആയ ഫോം, അതിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. തിങ്ക് എന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് തിങ്ക്. ഈ ഫോം ഉപയോഗിച്ച്, അതായത് V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. ഇവിടുത്തെ ആദ്യത്തെ രണ്ട് എക്സാമ്പിൾസിൽ ഐ എന്ന പ്രൊനൗണും സിംഗുലർ തന്നെയാണ്. പക്ഷെ ഐ അല്പം സ്പെഷ്യൽ ആണ്. അത് സിംഗുലർ പ്രൊനൗൺ ആണെങ്കിൽ പോലും നമ്മൾ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നില്ല. ഐ തിങ്ക് എന്നാണ് പറയുന്നത്. ഐ തിങ്സ് എന്ന് പറയരുത്. യു രണ്ടാമത്തെ സെന്റൻസിൽ സബ്ജക്റ്റായി വന്നിട്ടുള്ള യു അത് സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. യു എന്നതിന് നീ എന്നൊരർത്ഥമുണ്ട്. നിങ്ങൾ, ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ യു ഉപയോഗിക്കാറുണ്ട്. അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വെർബിന്റെ കൂടെ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്യുന്നില്ല. യു തിങ്സ് എന്ന് പറയരുത്, യു തിങ്ക്. ഐ യു വി ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ വേർബ്സ് ആണ്. ഹി ഷീ ഇറ്റ് ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബ്സ് ആണ്. ദേ എന്ന് പറയുമ്പോൾ അവർ, അത് പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ വെർബ് ആണ്. പ്ലൂറൽ വേർബ്സിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യുന്നില്ല. സിംഗുലർ വേർബ്സിന്റെ കൂടെയാണ് എസ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയത് ഏറ്റവും ബേസിക് ആയ ഒരു സെന്റൻസ് ആണ്. സബ്ജക്റ്റും വെർബും മാത്രമുള്ള സെന്റൻസ് ആണ് നമ്മൾ ഈ എക്സാമ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ എല്ലാ സെന്റൻസസും ഇത്ര സിമ്പിൾ അല്ല. ഇതിൽ കൂടുതൽ വാക്കുകൾ സെന്റൻസസിൽ ഉണ്ടാവും. പല സെന്റൻസസിലും വെർബിന് പുറമെ ഒരു ഒബ്ജക്റ്റ് കൂടി ഉണ്ടാവാറുണ്ട്. മലയാളത്തിലെ വേർഡ് ഓർഡറിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ. മലയാളത്തിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരിക. ആ
അവസാനമാണ് വെർബ് വരെ. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. സബ്ജക്റ്റിന് ശേഷം വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. അതാണ് ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ. സബ്ജക്റ്റായി നമുക്ക് നൗൺ ഉപയോഗിക്കാം, പ്രനൗൺ ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാം എന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം നമുക്ക് ഒബ്ജക്റ്റായി ഉപയോഗിക്കാം. നൗൺസും പ്രനൗൺസും ING ഫോംസും ഇതെല്ലാമാണ് ഒബ്ജക്റ്റായി വരിക. ടു ഇൻഫിനിറ്റീവും നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ഷീ റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ എന്ന പ്രനൗൺ ആണ്. വെർബ് റൈറ്റ്സ്. എന്താണ് അവൾ എഴുതുന്നത്? വെർബിന് ശേഷം ആരെ, ഹും, അല്ലെങ്കിൽ എന്തിനെ, വാട്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തോ അതാണ് ഒബ്ജക്റ്റ്. ആൻസർ ഒന്നും ഇല്ലെങ്കിൽ ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല എന്നർത്ഥം. ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില വേർബ്സിന് ശേഷം ഒബ്ജക്റ്റ് കാണും, ചില വേർബ്സിന് ശേഷം ഒബ്ജക്ട്സ് ഒന്നും തന്നെ കാണില്ല. ഷീ റൈറ്റ്സ് വാട്ട്. എന്താണ് അവൾ എഴുതുന്നത്? റൈറ്റ്സ് എന്നുള്ള വെർബിന് ശേഷം വാട്ട് എന്ന ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസറാണ് കിട്ടുന്നത്? സ്റ്റോറീസ് എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അവൾ എഴുതുന്നത് കഥകളാണ്. ആ സ്റ്റോറീസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഷീ റൈറ്റ് സ്റ്റോറീസ്. സ്റ്റോറീസ് ഒരു നൗൺ ആണ്. സബ്ജക്റ്റായി ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഷീ എന്ന പ്രനൗൺ ആണ്. അത് സിംഗുലർ ആണ്. അത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് എന്ന വെർബിന് ശേഷം ഒരു എസ് ആഡ് ചെയ്തത്. നമ്മൾ റൈറ്റ് എന്നല്ല എഴുതുന്നത്, റൈറ്റ്സ് എന്നാണ് എഴുതുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ ഐ റൈറ്റ് സ്റ്റോറീസ് എന്നാണ്. പിന്നെ അവിടെ റൈറ്റ്സ് എന്ന് പറയില്ല. സിംഗുലർ സബ്ജക്റ്റ് ആവുന്ന സമയത്താണ് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നത്. ഐ പോസ്റ്റഡ് ദ ലെറ്റർ. പോസ്റ്റഡ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പോസ്റ്റ് എന്ന വെർബിന്റെ V2 ആണ്. രണ്ടാമത്തെ ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിലാണ്. V1 ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ടെൻസസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. V2 ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന സെന്റൻസസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലെയും ഒരു അഫിർമേറ്റീവ് സെന്റൻസിലെ വെർബിൽ ഒറ്റ വാക്കേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഐ പോസ്റ്റഡ് ദ ലെറ്റർ. ഐ പോസ്റ്റഡ് വാട്ട്. പോസ്റ്റഡ് എന്ന വെർബിന് ശേഷം വാട്ട് എന്ന ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ലെറ്റർ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ലെറ്റർ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഐ പോസ്റ്റഡ് ദ ലെറ്റർ. ഞാൻ ലെറ്റർ പോസ്റ്റ് ചെയ്തു. ഷീ റൈറ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥകൾ എഴുതാറുണ്ട് എന്നർത്ഥം. അതൊരു ഹാബിറ്റാണ്. ഹാബിറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ പോസ്റ്റഡ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഞാൻ ലെറ്റർ പോസ്റ്റ് ചെയ്തു. പൂർത്തിയായ ഒരു പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദ ക്യാറ്റ് ചേസ്ഡ് ദ മൗസ്. സബ്ജക്റ്റ് ക്യാറ്റ് ആണ്. ദ ക്യാറ്റ് ആണ് സബ്ജക്റ്റ്. ചേസ്ഡ് പിന്തുടർന്നു. അതിനെ പിടിക്കുന്നതിന് വേണ്ടി അതിന്റെ പുറകെ ഓടി. ആരുടെ? ദ ക്യാറ്റ് ചേസ്ഡ് ഹും. ആരെയാണ് ക്യാറ്റ് ചേസ് ചെയ്തത്? എലിയെയാണ് ക്യാറ്റ് ചേസ് ചെയ്തത്. മൗസിനെയാണ് ചേസ് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് മൗസ്. ഐ സോ ഹിം. ഐ സോ വാട്ട്. എന്തിനെയാണ് ഞാൻ കണ്ടത്? നമ്മൾ ആളുകളെ കുറിച്ച് പറയുമ്പോൾ എന്തിനെ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആരെ എന്നാണ് ചോദിക്കുക. ആരെയാണ് കണ്ടത്? ഐ സോ ഹും. ആരെയാണ് കണ്ടത്? അവനെയാണ് കണ്ടത്. ഹിം. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ, സോ എന്നത് സി എന്ന വെർബിന്റെ V2 ആണ്. ഒബ്ജക്റ്റ് ഹിം. ഐ സോ ഹിം. അപ്പൊ ഈ സെന്റൻസസിലെല്ലാം സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്. അതിന് പുറമെ നമ്മൾ ആർട്ടിക്കിൾസും യൂസ് ചെയ്തിട്ടുണ്ട്. ചില സെന്റൻസസിൽ ഒബ്ജക്റ്റ് കാണില്ല, പക്ഷെ അഡ്വർബ് കാണും. വെർബിന് പുറമെ മറ്റൊരു വാക്കുകൂടി ഉണ്ടായിരിക്കും. അത് അഡ്വർബ് ആയിരിക്കും. ഹി സ്പോക്ക് ലൗഡ്ലി. അവൻ ഉച്ചത്തിൽ സംസാരിച്ചു. സബ്ജക്റ്റ് ഹി. സ്പോക്ക്. സ്പീക്ക് എന്ന വെർബിന്റെ V2 ആണ്. സ്പോക്ക് സംസാരിച്ചു. സ്പീക്ക് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നു. സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. ലൗഡ്ലി ഉച്ചത്തിൽ. അവൻ എങ്ങനെയാ സംസാരിച്ചത്? ഉച്ചത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ഇവിടെ ആ പ്രവൃത്തിയുടെ മാനർ, എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ലൗഡ്ലി. അഡ്വേർബ്സ് ഇങ്ങനെയാണ്. പൊതുവെ LYയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും അഡ്വേർബ്സ് ആയിരിക്കും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ നോർമലി അങ്ങനെയാണ്. ഇംഗ്ലീഷിലെ ഒട്ടുമിക്ക LYയിൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളും അഡ്വേർബ്സ് ആണ്. ഇങ്ങനെ LYയിൽ അവസാനിക്കുന്ന ഈ അഡ്വേർബ്സ് നോർമലി സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി നടക്കുന്ന സമയം, സ്ഥലം, അത് എപ്പോഴെല്ലാം നടക്കാറുണ്ട്, അതിന്റെ ഫ്രീക്വൻസി, എങ്ങനെയാണ് അത് നടന്നത്, അതിന്റെ മാനർ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്വേർബ്സ്. വെർബിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് അഡ്വേർബിന്റെ ജോലി. ഹി സ്പോക്ക് ലൗഡ്ലി. അവൻ എങ്ങനെ സംസാരിച്ചു? ഉച്ചത്തിൽ സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ മാനർ, രീതി, അതാണ് ഇവിടെ ലൗഡ്ലി എന്ന് പറയുന്ന ആ വാക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് സ്പോക്ക് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വർബ് ആണ്. ഷീ റൈറ്റ്സ് വെൽ. സബ്ജക്റ്റ് ഷീ. വെർബ് റൈറ്റ്സ്. വെൽ നന്നായി. അവൾ നന്നായി എഴുതുന്നു. അവൾ എങ്ങനെ എഴുതുന്നു? നന്നായി എഴുതുന്നു. അവൾ എഴുതുന്നതിന്റെ ആ മാനർ ആണ് ഇവിടെ വെൽ എന്ന് പറയുന്ന ആ അഡ്വർബ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹി റാൻ ഫാസ്റ്റ്. അവൻ വേഗത്തിലോടി. എങ്ങനെ ഓടി? വേഗത്തിലോടി. അവൻ ഓടിയതിന്റെ ആ രീതി, ആ മാനർ ആണ് ഇവിടെ ഫാസ്റ്റ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതും അഡ്വർബ് ആണ്. അപ്പൊ ഈ സെന്റൻസസിലെല്ലാം നമുക്കുള്ളത് സബ്ജക്റ്റും വെർബും അഡ്വർബും ആണ്. അഡ്വർബ്
പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ സബ്ജക്റ്റിനും വെർബിനും ഇടയിലും അഡ്വേർബ്സിന് വരാൻ സാധിക്കും. അഡ്വേർബ്സിന്റെ പൊസിഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇവിടെ അത് അത്ര കാര്യമായി പറയുന്നില്ല. ഒരിക്കലും ഒരു വെർബിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിൽ അഡ്വേർബ് ഉപയോഗിക്കരുത്. ചില സെന്റൻസസിൽ സബ്ജക്റ്റും കാണും, വെർബും കാണും, ഒബ്ജക്റ്റും കാണും, അഡ്വേർബ്സും കാണും. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസസിൽ ഒബ്ജക്റ്റ് ഇല്ല, വെർബും അഡ്വേർബും ആണ് ഉള്ളത്. ഇങ്ങനെ ഒബ്ജക്റ്റും വരുന്ന സാഹചര്യങ്ങളിൽ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ ഒരിക്കലും അഡ്വേർബിനെ ഉപയോഗിക്കരുത്. അഡ്വേർബിനെ നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവസാനം, സെന്റൻസിന്റെ അവസാനം ഉപയോഗിക്കാം. യു വർക്ക് ഹാർഡ്. നീ നല്ലതുപോലെ കഠിനമായി അധ്വാനിക്കുന്നു. ഇവിടെ എങ്ങനെ അധ്വാനിക്കുന്നു? കഠിനമായി അധ്വാനിക്കുന്നു. ആ കഠിനമായി എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഹാർഡ് എന്ന ആ അഡ്വർബ് യൂസ് ചെയ്തിട്ടുള്ളത്. ചില സെന്റൻസസിൽ ഒബ്ജക്റ്റോ അഡ്വർബോ ഒന്നും കാണില്ല. അതിന് പകരം ഉണ്ടായിരിക്കുക സബ്ജക്റ്റും വെർബും ഒരു കോംപ്ലിമെന്റും ആയിരിക്കും. ഇങ്ങനെ കോംപ്ലിമെന്റ് നോർമലി ഉണ്ടാകുന്നത് വെർബായി ഈസ്, ആം, ആർ, വാസ്, വർ ഈ വേർബ്സിൽ ഏതെങ്കിലും ഒന്ന് വെർബായി വരുമ്പോഴാണ് അതിനുശേഷം കോംപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. ഈ സെന്റൻസ് നോക്കൂ. ഷീ ഈസ് എ ഡോക്ടർ. ഇവിടുത്തെ വെർബ് ഈസ് എന്ന വെർബാണ്. ഈസ് ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ്. ബി എന്ന ഫാമിലിയിൽ വരുന്ന പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ് ഈസ്, ആം, ആർ, വാസ്, വർ. ഈ 5 എണ്ണം ബി എന്ന ഫാമിലിയിൽ വരുന്ന പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെർബായി വരുന്ന ഒരു സെന്റൻസിൽ പിന്നെ അതിനുശേഷം വരാൻ ഒരു നൗണോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ ആയിരിക്കും. അതവിടെ ഒബ്ജക്റ്റ് അല്ല, കോംപ്ലിമെന്റ് ആണ്. ഇപ്പൊ നമുക്ക് തോന്നും ഷീ ഈസ് എ ഡോക്ടർ, ഷീ ഈസ് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എന്ന ആൻസർ കിട്ടുന്നില്ലേ, അത് ഒബ്ജക്റ്റ് അല്ലേ എന്ന് തോന്നും. അവിടെ ശ്രദ്ധിക്കുക, ഇത് ഒബ്ജക്റ്റ് അല്ല, ഇത് കോംപ്ലിമെന്റ് ആണ്. ഈസ് എന്ന വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ സാധ്യമല്ല. ഇവിടെ ഈ ഡോക്ടർ എന്ന വാക്ക് സബ്ജക്റ്റിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരികയാണ് ചെയ്യുന്നത്. അവൾ എന്താണ് എന്നാണ് ആ വാക്ക് പറയുന്നത്, അല്ലാതെ അത് മറ്റൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒന്നുമല്ല. ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഡോക്ടർ എന്ന നൗൺ ഇവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. ഈസ്, ആം, ആർ, വാസ്, വർ ഈ വേർബ്സിന് ശേഷം വരുന്നത് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ ആയിരിക്കും. ഇങ്ങനെ വരുന്ന നൗണോ അഡ്ജക്റ്റീവോ ഒബ്ജക്ട്സ് അല്ല, അത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഐ എം ഹംഗ്രി. എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് വിശക്കുന്നു. ഇവിടെ ആം എന്ന വെർബിന് ശേഷം ഹംഗ്രി എന്ന അഡ്ജക്റ്റീവ് ആണ് വന്നിട്ടുള്ളത്. അതും സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അഡ്ജക്റ്റീവ്സിന് ഒരിക്കലും ഒബ്ജക്റ്റ് ആവാൻ സാധിക്കില്ല. ഒബ്ജക്റ്റായി നമുക്ക് നൗൺസിനെയോ പ്രൊനൗൺസിനെയോ ING ഫോംസിനെയോ ടു ഇൻഫിനിറ്റീവ്സിനെയോ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയ ഒബ്ജക്ട്സ് നൗൺസും പ്രൊനൗൺസും ING ഫോംസും ആണ്. ഐ എം ഹംഗ്രി. ഇവിടെ ഹംഗ്രി എന്നത് ഒരു സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. യു ആർ ബ്യൂട്ടിഫുൾ. നീ സുന്ദരിയാണ്. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ എന്ന ആ അഡ്ജക്റ്റീവും സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഹീസ് ഹാപ്പി. ഹാപ്പി എന്ന അഡ്ജക്റ്റീവും ഇവിടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം സെന്റൻസ് പാറ്റേൺസ് ഇതുവരെ നോക്കി? സബ്ജക്റ്റും വെർബും മാത്രം വരുന്ന പാറ്റേൺസ് നോക്കി, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വരുന്ന പാറ്റേൺസ് നോക്കി, ഒബ്ജക്റ്റ് ഇല്ലാതെ വെർബും അഡ്വർബും വരുന്ന പാറ്റേൺസ് നോക്കി. ഇനി ഒബ്ജക്റ്റോ അഡ്വർബോ ഇല്ലാതെ കോംപ്ലിമെന്റ് വരുന്ന പാറ്റേൺസും നമ്മൾ ഇവിടെ നോക്കി. ഇതല്ലാതെ ഇതിലും കോംപ്ലക്സ് ആയ ധാരാളം സെന്റൻസ് പാറ്റേൺസ് ഇംഗ്ലീഷിലുണ്ട്. ഏറ്റവും സിമ്പിളായ ഏറ്റവും ബേസിക് ആയ സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടി കോംപ്ലക്സ് ആയ സെന്റൻസസിനെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഒരു സെന്റൻസിന് മീനിങ് ഉണ്ടാവണമെങ്കിൽ അതിലെ വാക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. സബ്ജക്റ്റിന് ശേഷം വരിക വെർബാണ്. സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ ചിലപ്പോൾ അഡ്വേർബ്സ് വരാറുണ്ട്. മറ്റു വാക്കുകളൊന്നും ഇതിനിടയിൽ വരില്ല. വെർബിന് ശേഷമാണ് ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് വരുന്നത് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് വരുന്നത്. സബ്ജക്റ്റായി നമ്മൾ പറഞ്ഞു നമുക്ക് നൗൺസിനെ ഉപയോഗിക്കാം, പ്രൊനൗൺസിനെ ഉപയോഗിക്കാം, ING ഫോംസിനെ ഉപയോഗിക്കാമെന്ന്. ചിലപ്പോൾ നമ്മൾ ടു ഇൻഫിനിറ്റീവ്സും സബ്ജക്റ്റായി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് റെയർ ആണ്. നമ്മൾ നോർമലി ടു ഇൻഫിനിറ്റീവ്സിനെ അങ്ങനെ സബ്ജക്റ്റായി ഉപയോഗിക്കാറില്ല. ക്യാറ്റ്സ് കിൽ മൈസ്. പൂച്ചകൾ എലികളെ കൊല്ലുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ക്യാറ്റ്സ് എന്ന നൗൺ ആണ്. ഇവിടെ നമ്മൾ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ല. കാരണം ക്യാറ്റ്സ് എന്നതൊരു പ്ലൂറൽ നൗൺ ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എസ് ആഡ് ചെയ്യുന്നില്ല. മൈസ് എന്നത് മൗസ് എന്ന നൗണിന്റെ പ്ലൂറൽ ഫോം ആണ്. ഷീ സെൽസ് ഫ്ലവേഴ്സ്. അവൾ പൂക്കൾ വിൽക്കുന്നു. ഇവിടെ നമ്മൾ സെൽ എന്ന വെർബ് അല്ല ഉപയോഗിച്ചത്. അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ അതിൻ്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്തു. സെൽസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. അവൾ പൂക്കൾ വിൽക്കുന്നു.
ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അവൾ എന്താണ് വിൽക്കുന്നത്? പൂക്കളാണ് വിൽക്കുന്നത്. ഫ്ലവേഴ്സ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ആദ്യത്തെ സെന്റൻസിൽ മൈസ് ആണ് ഒബ്ജക്റ്റ്. എന്തിനെയാണ് പൂച്ചകൾ കൊല്ലുന്നത്? കാറ്റ്സ് കിൽ വാട്ട്? മൈസ്. എലികളെയാണ് കൊല്ലുന്നത്. അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ യു. ഈ മൂന്നാമത്തെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വന്നിട്ടുള്ളത് ഒരു ING ഫോം ആണ്. ING ഫോംസ് നമുക്ക് സബ്ജക്റ്റ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ING ഫോം സബ്ജക്റ്റ് ആയി വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കണം എന്നതാണ്. നൗൺസ് സബ്ജക്റ്റ് ആയി വരുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ചിരിക്കും വെർബ്. സിംഗുലർ നൗൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ നൗൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. പ്രൊനൗൺസും സിംഗുലറും പ്ലൂറലും ആവാം. ഹി, ഷീ, ഇറ്റ് ഇത് സിംഗുലർ പ്രൊനൗൺസ് ആണ്. വി, ദേ, യു ഇത് പ്ലൂറൽ പ്രൊനൗൺസ് ആണ്. ഐ സിംഗുലർ ആണ്. പക്ഷെ സബ്ജക്റ്റ് ഐ വരുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നില്ല. സബ്ജക്റ്റ് ആയി ഒരു ING ഫോം വരുമ്പോൾ വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ തന്നെ ആയിരിക്കണം. സ്മോക്കിംഗ് ആർ എന്ന് പറയരുത്. സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ യു. പുകവലി നിങ്ങൾക്ക് നല്ലതല്ല. സ്മോക്കിംഗ് ING ഫോം ആണ്. അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു സിംഗുലർ വെർബാണ്. കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. ദ കാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? കാറ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ദ എന്നൊരു ആർട്ടിക്കിൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ? കാറ്റ് ഒരു സിംഗുലർ നൗൺ ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സിംഗുലർ നൗണിനെ ഒരിക്കലും തനിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല. മലയാളത്തിൽ നമുക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ മതി. ഒരു പൂച്ച എന്നോ ആ പൂച്ച എന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഒരു സിംഗുലർ നൗണിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ, എനി, ദിസ്, മൈ, യുവർ, ദാറ്റ് അതുപോലത്തെ എന്തെങ്കിലും ഒരു വാക്കുണ്ടായിരിക്കണം. നമുക്ക് എ ക്യാറ്റ് എന്ന് പറയാം, ഒരു പൂച്ച. ദ ക്യാറ്റ് ആ പൂച്ച. മൈ ക്യാറ്റ് എൻ്റെ പൂച്ച. ദിസ് ക്യാറ്റ് ഈ പൂച്ച. എനി ക്യാറ്റ് ഏത് പൂച്ചയും. ഇങ്ങനെ ക്യാറ്റ് എന്ന സിംഗുലർ നൗണിന്റെ കൂടെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ നിർബന്ധമായി ഉപയോഗിച്ചിരിക്കണം. നമുക്ക് ക്യാറ്റ് എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ദ ക്യാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ. ക്യാറ്റ് ഈസ് ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ ഡൊമസ്റ്റിക് അനിമൽ എന്ന എക്സ്പ്രഷന് മുന്നിൽ നമ്മളൊരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അനിമൽ എന്നതും ഒരു സിംഗുലർ നൗൺ ആണ്. എപ്പോഴും ഒരു സിംഗുലർ നൗണിന്റെ കൂടെ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ എന്ന് പറയുമ്പോൾ എന്താണ്? എനി അതൊരു ഡിറ്റർമിനർ ആണ്. ദിസ്, ദാറ്റ് അത് ഡിറ്റർമിനർ ആണ്. മൈ, യുവർ, ഹിസ്, ഹെർ അതുപോലത്തെ വാക്കുകളും ഡിറ്റർമിനർ ആണ്. ഇത്തരം വാക്കുകൾ എന്തെങ്കിലും ഒന്നൊരു സിംഗുലർ നൗണിന്റെ കൂടെ നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരിക്കണം. നമുക്കിവിടെ കാറ്റ് ഈസ് ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറഞ്ഞാൽ പോരാ. ദ കാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ അല്ലെങ്കിൽ എ കാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ അങ്ങനെ വേണം പറയാൻ. കാറ്റ്സ് ആർ ഡൊമസ്റ്റിക് അനിമൽസ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. രണ്ടാമത്തെ എക്സാമ്പിളിലെ സബ്ജക്റ്റ് കാറ്റ്സ് എന്ന പ്ലൂറൽ നൗൺ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസോ മറ്റ് ഡിറ്റർമിനേഴ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ നോർമലി നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ദ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് പ്രത്യേകമായി എന്തിനെങ്കിലും കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ജനറലായി സംസാരിക്കുമ്പോൾ ആരെക്കുറിച്ചും പ്രത്യേകമായി സംസാരിക്കാതെ പൊതുവായി സംസാരിക്കുമ്പോൾ നമ്മൾ പ്ലൂറൽ നൗൺസിന്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും മിസ്റ്റേക്സ് വരാറുണ്ട്. സിംഗുലർ നൗൺസിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കണം. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ നോർമലി ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ പ്രത്യേകമായി എന്തിനെങ്കിലും കുറിച്ച് പറയുന്ന സമയത്ത് പ്ലൂറൽ നൗൺസിന്റെ കൂടെയും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട്. കാറ്റ്സ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ഇവിടെ നമ്മൾ ആനിമൽസ് എന്നാണ് പറഞ്ഞത്. ആനിമൽസ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആനിമൽ എന്ന ആ നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരാനായി ഉപയോഗിച്ച വാക്കാണ് ഡൊമസ്റ്റിക്. അതൊരു അഡ്ജക്റ്റീവ് ആണ്. ഈ സെന്റൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പാറ്റേൺ എന്താണ്. ദ കാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ. നമ്മളിവിടെ ഏത് സെന്റൻസ് പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, ദ ക്യാറ്റ്. ക്യാറ്റ് എന്ന നൗൺ ആണ് ഇവിടുത്തെ പ്രോപ്പർ സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ദ എന്നൊരു ആർട്ടിക്കിൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. വെർബ് ഈസ് ആണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ള വെർബ്. അത് ബി എന്ന ഫാമിലിയിൽ വരുന്ന ഒരു വെർബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്, ആം, ആർ, വാസ്, വെർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെർബായി വരുന്ന സെന്റൻസസിൽ അതിനുശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഒരു കോംപ്ലിമെന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺ ഇതാണ്. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെന്റ് ആണ്. അനിമൽ എന്ന നൗൺ ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആ അനിമൽ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യാനായി നമ്മളിവിടെ ഒരു അഡ്ജക്റ്റീവ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. നൗൺസിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ്. ആ അഡ്ജക്റ്റീവിനും പുറമെ നമ്മൾ ആ ഡൊമസ്റ്റിക് എന്ന വാക്കിന് മുന്നിൽ എ എന്നൊരു ആർട്ടിക്കിൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അനിമൽ ഒരു സിംഗുലർ നൗൺ ആണ്. ഒരു സിംഗുലർ നൗണിന്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെന്റ് ആണ് നമ്മൾ ഈ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺ.
പാറ്റേൺ. രണ്ടാമത്തെ സെന്റൻസിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെയാണ്. അവിടെ നമ്മൾ ആർട്ടിക്കിൾസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റ്സ് ഒരു പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ല. അനിമൽസും ഒരു പ്ലൂറൽ നൗൺ ആണ്, അതിന്റെ കൂടെയും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. കാറ്റ്സ് പ്ലൂറൽ ആയത് കാരണം നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ച വെർബ് ആർ ആണ്. ഈസ്, ആം, ആർ ഈ 3 വെർബിന്റെയും അർത്ഥം ആണ് എന്നാണ്. ഇതിന്റെ പാസ്റ്റ് ഫോം ആണ് വോസും വേറും. ആയിരുന്നു എന്നാണ് ആ 2 വേർബ്സിന്റെ അർത്ഥം. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഐ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ വേർ ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസിൽ ആമിന് പകരമായിട്ട് പാസ്റ്റ് ടെൻസിൽ വേറെ ഓക്സിലറീസ് ഒന്നും തന്നെയില്ല, അതുകൊണ്ട് ഐയുടെ കൂടെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് വാസ് ആണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ സബ്ജക്ട്സിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. സിംഗുലർ വേർബ്സ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഈസ്, വാസ്, ഹാസ്, ഡസ് ഇതെല്ലാമാണ് സിംഗുലർ വേർബ്സ്. ഈ വേർബ്സിലെല്ലാം തന്നെ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് പറയുകയാണ്, ഈ വേർബ്സിലെല്ലാം തന്നെ എസ് എന്ന ലെറ്റർ ഉണ്ട്. പ്ലൂറൽ വേർബ്സ് ഇതെല്ലാമാണ്. ആർ, വേർ, ഹാവ്, ഡു. ഈസിന് ഈക്വൽ ആയ പ്ലൂറൽ വെർബാണ് ആർ. വോസിന് ഈക്വൽ ആയ പ്ലൂറൽ വെർബാണ് വേർ. ഹാസിന് ഈക്വൽ ആയ വെർബാണ് ഹാവ്. ഡസിന് ഈക്വൽ ആയ വെർബാണ് ഡു. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും ഉപയോഗിക്കാവുന്ന വേർബ്സ് ആണ് ഡിഡും ഹാഡും. ഇതിന് പ്രത്യേകമായ സിംഗുലർ ഫോംസോ പ്ലൂറൽ ഫോംസോ ഇല്ല. പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന 2 ഓക്സിലറീസ് ആണിത്, ഡിഡും ഹാഡും. അത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ആം എന്നത് നമ്മൾ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. സിംഗുലർ വേർബ്സ് ഏതാണ്, പ്ലൂറൽ വേർബ്സ് ഏതാണ് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കാനും സാധിക്കൂ. സബ്ജക്റ്റ് നൗൺസോ പ്രൊനൗൺസോ ing ഫോംസോ ആവാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നൗൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? പേരുകളാണ് നൗൺസ്. അത് ആളുകളെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം, വസ്തുക്കളെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം, രാജ്യങ്ങളെ, ഭാഷകളെ, പർവ്വതങ്ങളെ, നദികളെ, പുസ്തകങ്ങളെ ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന വാക്കുകളെല്ലാം നൗൺസ് ആണ്. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് നോക്കൂ. രാജു, റാണി, പ്രിയ ഇതെല്ലാം ആളുകളുടെ പേരാണ്. ഇന്ത്യ, ഫ്രാൻസ് രാജ്യങ്ങളുടെ പേരാണ്. ഇംഗ്ലീഷ്, അറബിക് ഭാഷകളുടെ പേരാണ്. ജനുവരി മാസത്തിന്റെ പേരാണ്. മൺഡേ ആഴ്ചയിലെ ദിവസത്തിന്റെ പേരാണ്. ഇങ്ങനെ എന്തിന്റെയെങ്കിലും ഒരു പേരാണ് നൗൺ. ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കുന്ന പേരുകൾക്കാണ് നമ്മൾ നൗൺസ് എന്ന് പറയുന്നത്. ഈ നൗൺസ് ആണ് മെയിൻലി സബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൊനൗൺസും നമ്മൾ സബ്ജക്റ്റായി യൂസ് ചെയ്യും. നൗൺസ് തന്നെ പലതരത്തിലുണ്ട്. പ്രോപ്പർ നൗൺസ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ, പ്രത്യേക രാജ്യത്തിന്റെ, പ്രത്യേക ഭാഷയുടെ, പ്രത്യേക പ്രദേശത്തിന്റെ ഒക്കെ പേരിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺസിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ത്യ ഒരു പ്രത്യേക രാജ്യത്തിന്റെ പേരാണ്. രവി, കേരള ഇതെല്ലാം പ്രോപ്പർ നൗൺസ് ആണ്. ഇന്ത്യ ഈസ് എൻ ഓൾഡ് കൺട്രി. ഇന്ത്യ ഒരു പുരാതന രാജ്യമാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഇന്ത്യ എന്ന പ്രോപ്പർ നൗൺ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് സെന്റൻസ് പാറ്റേൺ ആണ്? നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെന്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് പാറ്റേൺ. ഇവിടുത്തെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ് എൻ ഓൾഡ് കൺട്രി എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ. അതില് കൺട്രി ആണ് അവിടുത്തെ പ്രോപ്പറായ കോംപ്ലിമെന്റ് നൗൺ. കൺട്രി എന്ന നൗണിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ഇവിടെ ഓൾഡ്. പിന്നെ കൺട്രി ഒരു സിംഗുലർ നൗൺ ആയത് കാരണം നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആൻ. ആൻ ഉപയോഗിക്കാൻ കാരണം എന്താ? അതിനുശേഷം വന്ന അഡ്ജക്റ്റീവ് ഒ എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വവൽ സൗണ്ട്സിന് മുന്നിലാണ് നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. കോൺസണന്റ് സൗണ്ട്സിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എ ആണ്. ഇന്ത്യ ഈസ് എൻ ഓൾഡ് കൺട്രി. ഇന്ത്യ ഒരു പുരാതന രാജ്യമാണ്. രവി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. രവിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് പാറ്റേൺ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെന്റ് ആണ്. ഇവിടുത്തെ കോംപ്ലിമെന്റ് ആണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ആ നൗൺ ഫ്രേസ്. അതിലെ ഫ്രണ്ട് എന്നതാണ് അതിലത്തെ നൗൺ. ആ ഫ്രണ്ടിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിച്ച അഡ്ജക്റ്റീവ് ആണ് ബെസ്റ്റ്. പിന്നെ അതിനെയും കൂടി മോഡിഫൈ ചെയ്യാനായി ഉപയോഗിച്ച മറ്റൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് ഇവിടെ മൈ എന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സിനെ ഉപയോഗിച്ച് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അഡ്ജക്റ്റീവ്സ് പൊതുവെ ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ തരുന്നത് ആ നൗണിന് മുന്നിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രവി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ മെറ്റ് ഹിം ഓൺ സൺഡേ. ഇവിടെ നമ്മൾ ഏത് സെന്റൻസ് പാറ്റേൺ ആണ് ഉപയോഗിച്ചത്? ഐ മെറ്റ് സബ്ജക്ട് പ്ലസ് വെർബ്. ആരെയാ കണ്ടത്? അവനെ. ഹിം സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്.
പിന്നെ നമുക്കിവിടെ ഓൺ സൺഡേ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. ഓൺ ഒരു പ്രിപ്പോസിഷൻ ആണ്, സൺഡേ ഒരു നൗൺ ആണ്. പക്ഷെ ഓൺ സൺഡേ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച കണ്ടു എന്നാണ്. അത് ആ പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. എപ്പോഴാണ് ആ പ്രവൃത്തി നടന്നത് എന്നാണ് ഇവിടെ ഓൺ സൺഡേ എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവൃത്തി എപ്പോൾ നടന്നു എന്ന് പറയുന്ന വാക്കുകൾ അത് അഡ്വേർബ്സ് ആണ് ഇംഗ്ലീഷിൽ. അപ്പൊ ഇവിടെ ഓൺ സൺഡേ എന്നതൊരു അഡ്വേർബ് ഫ്രേസ് ആണ്. അതിൽ രണ്ട് വാക്കുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ അഡ്വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അഡ്വേർബ് എന്ന് പറയുമ്പോൾ ഒരു വാക്കേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു അഡ്വേർബും ഉണ്ട്. ഐ മെറ്റ് ഹിം ഓൺ സൺഡേ, ഞാൻ ഞായറാഴ്ച അവനെ കണ്ടു. ഇവിടുത്തെ അഡ്വേർബായ ഓൺ സൺഡേ നമ്മൾ സെന്റൻസിന്റെ അവസാനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രവൃത്തി എപ്പോൾ നടക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ, എവിടെ വെച്ച് നടന്നു എന്ന് പറയുന്ന വാക്കുകൾ, എപ്പോഴെല്ലാം നടക്കാറുണ്ട് അതിന്റെ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതിന്റെ മാനർ സൂചിപ്പിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം അഡ്വേർബ്സ് ആണ്. ഇപ്പൊ പ്രോപ്പർ നൗൺസ് എന്താണെന്ന് നമ്മൾ കണ്ടു. കോമൺ നൗൺസ് എന്ന് പറയുമ്പോഴോ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ പേരായിരിക്കില്ല, മറിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. കോമൺ നൗൺസിന് സിംഗുലർ ഫോംസും കാണും, പ്ലൂറൽ ഫോംസും കാണും. അതുപോലെ തന്നെ നമുക്ക് കോമൺ നൗൺസിന്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാം. പ്രോപ്പർ നൗൺസിന് പ്ലൂറൽ ഫോംസ് അല്ല, അത് എപ്പോഴും ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കും പ്രോപ്പർ നൗൺ. അതിന് പ്ലൂറൽ ഫോംസ് അല്ല. പ്രോപ്പർ നൗൺസിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാനും സാധിക്കില്ല. കോമൺ നൗൺസ് അങ്ങനെയല്ല. കോമൺ നൗൺസിന് പ്ലൂറൽ ഫോംസ് കാണും, സിംഗുലർ ഫോമും കാണും, പ്ലൂറൽ ഫോമും കാണും. കോമൺ നൗൺസിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസും ഉപയോഗിക്കാൻ സാധിക്കും. ചൈൽഡ്, കുട്ടി, ഏതെങ്കിലും ഒരു പ്രത്യേക കുട്ടിയെ സൂചിപ്പിക്കുന്ന വാക്കല്ലാതെ. ചൈൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടി എന്നർത്ഥം. ആരെക്കുറിച്ചും പ്രത്യേകിച്ച് പറയാനായി ഉപയോഗിക്കുന്ന വേർഡ് അല്ലാതെ. സ്റ്റുഡന്റ്, വിദ്യാർത്ഥി, അതും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കല്ല. ബുക്ക്, പെൻ, ഗേൾ, സ്കൂൾ, ബോയ്, കൺട്രി, ഇതെല്ലാം കോമൺ നൗൺസ് ആണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്, പക്ഷെ കൺട്രി എന്ന് പറയുമ്പോൾ അതൊരു കോമൺ നൗൺ ആണ്. അതുപോലെ തന്നെ ഫ്രാൻസ് ഒരു പ്രോപ്പർ നൗൺ ആണ്. നാഷൻ എന്ന് പറയുമ്പോൾ അത് കോമൺ നൗൺ ആണ്. രാജു ഒരു പ്രോപ്പർ നൗൺ ആണ്, പക്ഷെ ബോയ് എന്ന് പറയുമ്പോൾ അതൊരു കോമൺ നൗൺ ആണ്. ഇത് മനസ്സിലാക്കണം. കോമൺ നൗൺസിന് പ്ലൂറൽ ഫോംസ് ഉണ്ടായിരിക്കും, സിംഗുലർ ഫോംസും ഉണ്ടായിരിക്കും. കോമൺ നൗൺസിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാനും സാധിക്കും. പ്രോപ്പർ നൗൺസിന് സിംഗുലർ ഫോം, പ്ലൂറൽ ഫോം അങ്ങനെയൊന്നുമില്ല. അതിന് ആകെ ഒരു ഫോമേ ഉള്ളൂ. അതിന്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രോപ്പർ നൗൺസ് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കോമൺ നൗൺസ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് എഴുതരുത്. ഇപ്പൊ പറഞ്ഞല്ലോ കോമൺ നൗൺസിന് സിംഗുലർ ഫോംസും പ്ലൂറൽ ഫോംസും ഉണ്ടെന്ന്. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാ പ്ലൂറൽ നൗൺസ് ഉണ്ടാക്കുന്നത്? സിംഗുലർ നൗണിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി പ്ലൂറൽ നൗൺസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നത്. ഇത് വെർബ്സിൽ നിന്ന് ഡിഫറെന്റ് ആണ്. വെർബ്സിന്റെ കാര്യത്തിൽ നമ്മൾ സിംഗുലർ ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നത്. നൗൺസിന്റെ കാര്യത്തിൽ നമ്മൾ പ്ലൂറൽ ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു എസ് ആഡ് ചെയ്യുന്നത്. നൗൺസിന്റെ പ്ലൂറൽ ഫോംസ് നിർമ്മിക്കാൻ എളുപ്പമാണ്. സിംഗുലറിനോട് എസ് ചേർത്താൽ മാത്രം മതി. ബോയ്, ബോയ്സ്, ബുക്ക്, ബുക്സ്, സ്റ്റുഡൻറ്, സ്റ്റുഡൻസ്, ക്യാറ്റ്, ക്യാറ്റ്സ്. ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്തത്? സിംഗുലർ നൗണിനോട് ഒരു എസ് ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ പ്ലൂറൽ ഫോംസ് കിട്ടും. പക്ഷെ എല്ലാ നൗൺസും ഇങ്ങനെയല്ല അതിന്റെ പ്ലൂറൽസ് ഉണ്ടാക്കുന്നത്. ഒട്ടുമിക്ക നൗൺസും ഇങ്ങനെയാണ്. ചില നൗൺസിന്റെ കൂടെ നമ്മൾ ഇ എസ് ആഡ് ചെയ്യേണ്ടി വരും. ഈ എക്സാമ്പിൾസ് നോക്കൂ. ബോക്സ്, അതിന്റെ പ്ലൂറൽ ഫോം ബോക്സസ് ആണ്. സിംഗുലറിനോട് ഇ എസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫോക്സ്, ഫോക്സസ്, ബസ്, ബസസ്, ചർച്ച്, ചർച്ചസ്. ഇവിടെയും നമ്മൾ ഇ എസ് ആണ് ആഡ് ചെയ്തത്. പൊതുവെ എസ്സില്, എക്സില്, സി എച്ചിലെല്ലാം അവസാനിക്കുന്ന സിംഗുലർ ഫോംസ് ഉള്ള നൗൺസിന്റെ പ്ലൂറൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇ എസ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. ചില നൗൺസിന്റെ സിംഗുലർ ഫോം എഫിലോ എഫ് ഇയിലോ ആയിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ എഫിനെയും എഫ് ഇയെയും റിമൂവ് ചെയ്യും. എന്നിട്ട് അതിന് പകരം വി എസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന പല നൗൺസും ഇങ്ങനെയുള്ളതാണ്. അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. തീഫ്, തീവ്സ്. തീഫ് എന്നത് എഫിലാണ് ആ നൗൺ അവസാനിക്കുന്നതിന്റെ സിംഗുലർ ഫോം. നമ്മൾ അതിന്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ എഫിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ വി ഇ എസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തീഫ്, തീവ്സ്. ലീവ്, ലീവ്സ്. ഇവിടെയും നമ്മൾ എഫിനെ റിമൂവ് ചെയ്തു. അതിനുശേഷം വി ഇ എസ് ആഡ് ചെയ്തു. വൈഫ്, വൈഫ്സ്. വൈഫ് അവസാനിക്കുന്നത് എഫ് ഇയിലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ എഫും ഇയും റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വി എസ് ആഡ് ചെയ്യുന്നത്. വൈഫ്സ്. ലൈഫ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലൈഫ്സ്, LIVES. നൈഫ്, ഇവിടെയും എഫ് ഇയിലാണ് അത് അവസാനിക്കുന്നത്. നമ്മൾ ആ എഫും ഇയും റിമൂവ് ചെയ്യും. അതിനുശേഷം വി എസ് ആഡ് ചെയ്യും. നൈഫ്. ഷെൽഫ്, ഇത് അവസാനിക്കുന്നത് എഫിലാണ്. ആ എഫ് റിമൂവ് ചെയ്ത് വി എസ് ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. ഷെൽഫ്. സെൽഫ്, അതിന്റെയും പ്ലൂറൽ ഫോം സെൽഫ്സ് ആണ്. അതുപോലെ തന്നെ ലൈഫ്, ലൈവ്സ്. എഫിലോ എഫ് ഇയിലോ അവസാനിക്കുന്ന സിംഗുലർ നൗൺസിന്റെ പ്ലൂറൽ ഫോം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ എഫിനെ അല്ലെങ്കിൽ എഫ് ഇയെ അവിടെ നിന്ന് മാറ്റും. എന്നിട്ട് അതിന് പകരം നമ്മൾ വി ഇ എസ് യൂസ് ചെയ്യും. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന പല നൗൺസും
ഇങ്ങനെ എഫിൽ അവസാനിക്കുന്നതാണ് അതിൻ്റെ പ്ലൂറൽ ഫോംസ്. ഇത് പലപ്പോഴും എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, കാരണം പലരും മിസ്റ്റേക്സ് വരുത്തുന്നതാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു റൂളും ഇല്ലാതെ പ്ലൂറൽ ഫോംസ് ഉണ്ടാക്കുന്ന നൗൺസും ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ചൈൽഡ്. അതിന്റെ പ്ലൂറൽ ഫോം ചിൽഡ്രൻ ആണ്. ചൈൽഡ്സ് എന്ന് പറയരുത്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് എന്നും പറയരുത്. പലപ്പോഴും പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ചിൽഡ്രൻ പ്ലൂറൽ ആണ്, പിന്നെ അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യരുത്. ചൈൽഡിന്റെ പ്ലൂറൽ ഫോം ആണ് ചിൽഡ്രൻ, ചിൽഡ്രൻസ് എന്ന് പറയരുത്. മാൻ, അതിന്റെ പ്ലൂറൽ ഫോം മെൻ ആണ്, മാൻസ് അല്ല. മെൻസ് എന്നും പറയരുത്. ഒന്നിലധികം പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മെൻ. മെൻസ് എന്ന് പിന്നെ അവിടെ പറയരുത്. വുമൺ, അതിന്റെ പ്ലൂറൽ ഫോം വിമൻ ആണ്, വിമൻസ് എന്ന് പറയരുത്. ടൂത്ത്, ടീത്ത്. ഫുഡ്, ഫീറ്റ്. മെൻ, വിമൻ, ടീത്ത്, ഫീറ്റ് ഇതെല്ലാം പ്ലൂറൽ നൗൺസ് ആണ്. പലരും പക്ഷേ അത് സിംഗുലർ ആണെന്നൊരു തെറ്റിദ്ധാരണയിൽ അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് പിന്നെ അതിനെ പ്ലൂറലാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം പ്ലൂറൽ നൗൺസ് ആണ്. ഇതിന്റെ സിംഗുലർ ഫോംസ് ആണ് മാൻ, വുമൺ, ടൂത്ത്, ഫുഡ് എന്നത്. ചിൽഡ്രൻസ് എന്നോ മെൻസ് എന്നോ വിമൻസ് എന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വിമൻസ് എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. നൗൺസിന്റെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന്റെ പൊസസീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടിയുടെ എന്ന് പറയാൻ ചൈൽഡ്സ് എന്ന് പറഞ്ഞാൽ മതി. ചൈൽഡ് അപ്പോസ്ട്രോഫി എസ്. കുട്ടിയുടെ, കുട്ടികളുടെ എന്ന് പറയണമെങ്കിലോ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എഴുതുക ചിൽഡ്രൻസ് എന്നാണ്. ചിൽഡ്രൻ അപ്പോസ്ട്രോഫി പിന്നെ എസ്. ചിൽഡ്രൻസ് ബുക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നർത്ഥം. ഇവിടെ നമ്മൾ ചിൽഡ്രൻ എന്ന പ്ലൂറൽ നൗണിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇതിനെ പ്ലൂറൽ ആക്കുന്നതിന് വേണ്ടിയല്ല. ചിൽഡ്രൻ തന്നെ പ്ലൂറൽ നൗൺ ആണ്. അതിന്റെ പൊസസീവ് ഫോം കുട്ടികളുടെ എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എസ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിമൻസ് ഡേ എന്ന് പറയാം. വിമൻസ് ഹോസ്റ്റൽ, വിമൻസ് ഡേ. വിമൻ ഒരു പ്ലൂറൽ നൗൺ ആണ്. സ്ത്രീകളുടെ ഹോസ്റ്റൽ എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് വിമൻ എന്ന പ്ലൂറൽ നൗണിന് ശേഷം നമ്മളൊരു അപ്പോസ്ട്രോഫി ആഡ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം എസ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വിമൻസ് എന്ന് പറയാം. ഇതല്ലാതെ ഈ അപ്പോസ്ട്രോഫി ഇല്ലാതെ വിമൻ എന്ന നൗണിന്റെ കൂടെ നമ്മൾ എസ് ഉപയോഗിക്കരുത്. വിമൻ തന്നെ പ്ലൂറൽ നൗൺ ആണ്, പിന്നെ അതിന്റെ കൂടെ ഒരു എസ് ഉപയോഗിക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് തെറ്റുപറ്റുകയാണ് ചെയ്യാം. മെൻസ് ഫാഷൻ, ഇവിടെ മെൻ എന്ന നൗണിന്റെ അതൊരു പ്ലൂറൽ നൗൺ ആണ്. അതിന്റെ പുരുഷന്മാരുടെ എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുന്നത്. ആ അപ്പോസ്ട്രോഫി അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. മാൻ എന്ന നൗണിന്റെ പ്ലൂറൽ ഫോം മെൻ ആണ്. പുരുഷന്മാരുടെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മെൻസ് എന്ന് പറയുന്നത്. അവിടെ അപ്പോസ്ട്രോഫി നിർബന്ധമായി ഉണ്ടായിരിക്കണം. പ്ലൂറൽ നൗൺസ് പൊതുവെ എസ്സിൽ അവസാനിക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ പൊസസീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് അപ്പോസ്ട്രോഫി മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിന്റെ കൂടെ വേറെ ഒരു എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോക്കൂ, മദേഴ്സ് ഡേ, അമ്മമാരുടെ ദിവസം. മദേഴ്സ് എന്ന ആ നൗൺ, ആ പ്ലൂറൽ നൗൺ അത് എസ്സിലാണ് അവസാനിക്കുന്നത്. ഒട്ടുമിക്ക പ്ലൂറൽ നൗൺസും എസ്സിലാണ് അവസാനിക്കുന്നത്. പിന്നെ അതിന്റെ പൊസസീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളവിടെ അപ്പോസ്ട്രോഫി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വേറെ ഒരു എസ് ആഡ് ചെയ്യുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. എസ്സിൽ അവസാനിക്കുന്ന നൗൺസിന്റെ അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന്റെ പൊസസീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിൽഡ്രൻ എന്നത് പ്ലൂറൽ നൗൺ ആണ്, പക്ഷെ അത് എസ്സിലല്ല അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്തത്, അതിന്റെ പൊസസീവ് ഫോം കിട്ടുന്നതിന് വേണ്ടി. പക്ഷെ ഒട്ടുമിക്ക നൗൺസിന്റെയും പ്ലൂറൽ ഫോം എസ്സിലായി അവസാനിക്കുന്നുണ്ടാവുക. പിന്നെ അതിന്റെ പൊസസീവ് ഫോം ലഭിക്കുന്നതിന് വേണ്ടി അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഒരു എസ് കൂടി ചേർക്കരുത്. മദേഴ്സ് ഡേ, നമ്മൾ ആ മദേഴ്സ് എന്ന നൗണിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി മാത്രമാണ് ആഡ് ചെയ്തത്. പിന്നെ ഒരു എസ് കൂടി നമ്മൾ അവിടെ ചേർക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വ്യക്തികളെയും വസ്തുക്കളെയും സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നൗൺസ്. എല്ലായ്പ്പോഴും അങ്ങനെയാവണമെന്നില്ല. ഐഡിയാസ്, ആശയങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളും നൗൺസ് ആണ്. നമുക്ക് കാണാനോ സ്പർശിക്കാനോ കേൾക്കാനോ ഒന്നും സാധിക്കാത്ത ആശയങ്ങളെ കുറിച്ച് പറയുന്ന വാക്കുകളും നൗൺസ് ആണ്. ഇതിന് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺസ് എല്ലായ്പ്പോഴും സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്, പ്ലൂറൽ വെർബ് ഉപയോഗിക്കരുത്. അബ്സ്ട്രാക്ട് നൗൺസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറേജ്, ധൈര്യം, ബ്യൂട്ടി, സൗന്ദര്യം, കൈൻഡ്നസ്, ദയവ്, ഓണസ്റ്റി, സത്യസന്ധത, സ്ട്രെങ്ത്, കരുത്ത്, ബ്രേവറി, ധൈര്യം തന്നെ, ഇൻട്രസ്റ്റ്, താല്പര്യം, ഹാപ്പിനെസ്, സന്തോഷം, ജോയ്, അതും സന്തോഷം തന്നെ, സാഡ്നെസ്, ദുഃഖം. ഇതെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന എന്നാൽ കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങളാണ്, ആശയങ്ങളാണ്, ഐഡിയാസ് ആണ്. ഇങ്ങനെ ഐഡിയാസിനെ കുറിച്ച് പറയുന്ന വാക്കുകളും അബ്സ്ട്രാക്ട് നൗൺസ് തന്നെയാണ്. അബ്സ്ട്രാക്ട് നൗൺസ് എല്ലായ്പ്പോഴും സിംഗുലർ ആണ്. അതിന്റെ കൂടെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി ഒരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം ഉപയോഗിച്ചത് ഈസ് എന്ന വെർബാണ്. ഈസ് ഒരു സിംഗുലർ വെർബാണ്. പോവർട്ടി ഈസ് എ കേഴ്സ്. ദാരിദ്ര്യം ഒരു ശാപമാണ്, ഒരു വലിയ ദുഃഖത്തിന് കാരണമാണ്. പോവർട്ടി അതും ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത്
ഉപയോഗിക്കുന്നത് ഈസ് ആണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതൊരു ആശയമല്ലേ, ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് അബ്സ്ട്രാക്ട് നൗൺ ആണ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നമുക്കതിനെ കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കില്ല. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ്. കളക്റ്റീവ് നൗൺസ് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ആളുകളെയോ മൃഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പാണത്. കോമൺ എക്സാമ്പിൾസ് ഇതെല്ലാമാണ്. ടീം, ഫാമിലി, ജൂറി, അസംബ്ലി, സ്റ്റാഫ്, ബറ്റാലിയൻ, ആർമി, പോലീസ്, ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് നോർമലി നമ്മൾ സിംഗുലർ ആയാണ് ട്രീറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകളുടെ കൂടെ ടീം, ഫാമിലി, ജൂറി, സ്റ്റാഫ്, ഓഡിയൻസ് ഇതിനെല്ലാം ശേഷം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. ചില സമയത്ത് നമ്മൾ ഇതിലെ ടീം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ പ്രത്യേക മെമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ്സ് യൂസ് ചെയ്യാറുണ്ട്. നോർമലി കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ സിംഗുലർ വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇനി ഇതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കളക്റ്റീവ് നൗൺസും ഉണ്ട്. സിംഹക്കൂട്ടം എന്ന് പറയണമെന്ന് കരുതുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ്. അതുപോലെ തേനീച്ച കൂട്ടത്തിന് നമ്മൾ എ സ്വാം ഓഫ് ബീസ് എന്ന് പറയും. പുസ്തകങ്ങളുടെ ഒരു കൂട്ടത്തിന് എ ലൈബ്രറി ഓഫ് ബുക്സ്. അതുപോലെ തന്നെ ചെന്നായകളുടെ ഒരു കൂട്ടത്തിന് എ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറയും. ഇവിടെയെല്ലാം നമ്മൾ ഈ കളക്റ്റീവ് നൗണിൻ്റെ കൂടെ ഒരു എ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. എ അല്ലെങ്കിൽ ഏൻ ഉപയോഗിക്കും. ഇങ്ങനെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം എല്ലായ്പ്പോഴും സിംഗുലർ വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. എ സ്വാം ഓഫ് ബീസ് എന്ന എക്സ്പ്രഷനിൽ ബീസ് പ്ലൂറൽ നൗൺ ആണ്, പക്ഷെ അതിനുശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എ പാക്ക് ഓഫ് കാർഡ്സ്, കാർഡ്സ് പ്ലൂറൽ നൗൺ ആണ്, പക്ഷെ നമ്മൾ പറയുന്നത് എ പാക്ക് ഓഫ് കാർഡ്സ് എന്നാണ്. ഇതിന് ആദ്യം എ എന്ന ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഇത് ശ്രദ്ധിക്കണം. ടീം ഈസ് എന്നോ ടീം ആർ എന്നോ നമുക്ക് പറയാം, പക്ഷേ ഇത്തരം എക്സ്പ്രഷൻസിന് ശേഷം എ പ്രൈഡ് ഓഫ് ലയൺസ് അല്ലെങ്കിൽ എ പാക്ക് ഓഫ് വൂൾസ് അതിനെല്ലാം ശേഷം എപ്പോഴും സിംഗുലർ വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഇതുവരെ പറഞ്ഞത് നൗൺസിനെ കുറിച്ചായിരുന്നു. സബ്ജക്റ്റായി നമുക്ക് പ്രൊനൗൺസും ഉപയോഗിക്കാം. പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ചാണ്. പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആളുകളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പേഴ്സണൽ പ്രൊനൗൺസ്. അവൻ, അവൾ, അവർ, അത്, ഇതെല്ലാം പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. മറ്റെല്ലാ ഭാഷയിലെയും പോലെ തന്നെ ഇംഗ്ലീഷിലെ പ്രൊനൗൺസിന് സബ്ജക്റ്റ് ഫോംസും ഉണ്ട്, ഒബ്ജക്റ്റ് ഫോംസും ഉണ്ട്. അതായത് ഒരു പ്രൊനൗൺ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഫോം അല്ല ആ പ്രൊനൗൺ ഒബ്ജക്റ്റായി വരുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് നൗൺസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ നൗൺസിനും ഉണ്ട് സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും. നമ്മൾ സബ്ജക്റ്റായി വരുമ്പോൾ രാമൻ എന്ന് പറയും, ഒബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ രാമനെ എന്ന് പറയും. അതുപോലെ തന്നെ രാജു സബ്ജക്റ്റായി വരുമ്പോൾ രാജു ആണ്, ഒബ്ജക്റ്റായി അത് വരുമ്പോൾ രാജുവിനെ, അങ്ങനെയാണ് നമ്മൾ പറയാം. ഇംഗ്ലീഷിൽ അത് അങ്ങനെയല്ല. സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും രാജു രാജു തന്നെയാണ്, രാമൻ രാമൻ തന്നെയാണ്. പക്ഷെ പ്രൊനൗൺസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രൊനൗൺസിന് സബ്ജക്റ്റ് ഫോമും ഉണ്ട്, ഒബ്ജക്റ്റ് ഫോമും ഉണ്ട്. സബ്ജക്റ്റ് പ്രൊനൗൺസ് ഇതെല്ലാം ആണ്. ഐ, വി, ഹി, ഷീ, ദേ, യു, ഇറ്റ്. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റായി ഒരു പേഴ്സണൽ പ്രൊനൗൺ വരുമ്പോൾ നമുക്ക് ഈ ഫോംസിൽ ഏതെങ്കിലും ഒന്ന് വേണം ഉപയോഗിക്കാൻ. ഇനി പ്രൊനൗൺസിന്റെ ഒബ്ജക്റ്റ് ഫോംസ് നമുക്ക് നോക്കാം. മീ, ഐയുടെ ഒബ്ജക്റ്റ് ഫോം ആണത്. അസ്, ഹിം, ഹർ, ദം, യു, ഇറ്റ്. ഇതെല്ലാം ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. ഒബ്ജക്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഐ എന്ന് പറയാൻ സാധിക്കില്ല, അതിന് പകരം നമ്മൾ മീ എന്ന് പറയണം. അതുപോലെ വി എന്ന് പറയാൻ സാധിക്കില്ല, അതിന് പകരം അസ് എന്ന് പറയണം. ഇവിടെ നിങ്ങൾ ഈ ലിസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യു എന്ന പ്രൊനൗണിനും ഇറ്റ് എന്ന പ്രൊനൗണിനും സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും ഒരേ ഫോം തന്നെയാണ്. മറ്റു പ്രൊനൗൺസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദേ ഒബ്ജക്റ്റായി വരുന്ന സമയത്ത് ദം ആയി മാറും, ഹി ഹിം ആയി മാറും, അതുപോലെ ഷീ ഹെർ ആയി മാറും. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഹി ടോൾഡ് ഹെർ, അവൻ അവളോട് പറഞ്ഞു. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്, വെർബ് ടോൾഡ്, ഒബ്ജക്റ്റ് ഹെർ ആണ്. ഹി ടോൾഡ് ഷീ എന്ന് പറയരുത്. ഹി ടോൾഡ് ഷീ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഷീ ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, അതിന് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഹി ടോൾഡ് ഹെർ എന്നാണ്. ഷീ ടോൾഡ് ഹിം. ഇനി അവളാണ് പറയുന്നതെങ്കിലോ, അപ്പോൾ അവൾ സബ്ജക്റ്റ് ആണ്. ഷീ നമ്മൾ അവിടെ ഉപയോഗിച്ചു, അതിനുശേഷം അവനോട് പറഞ്ഞു. അവനോട് എന്ന മീനിങ്ങിന് നമ്മളവിടെ ഹി അല്ല ഉപയോഗിക്കുന്നത്, ഹിം ആണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റായി പ്രൊനൗൺ വരുന്ന സമയത്ത് ഹി, ഷീ, ദേ അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കുക. ഒബ്ജക്റ്റായി വരുന്ന സമയത്ത് ഹിം, ഹെർ, ദം അതുപോലുള്ള ഫോംസ് യൂസ് ചെയ്യാം. ഇത് തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കണം. വെർബിന് ശേഷം വരുന്ന പ്രൊനൗൺ അതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റ് ഫോം ആണ്, സബ്ജക്റ്റ് ഫോം അല്ല. അതുപോലെ ഒരു പ്രിപ്പൊസിഷന് ശേഷം വരുന്ന പ്രൊനൗണും അതിന്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. കാരണം പ്രിപ്പൊസിഷന് ശേഷം വരുന്ന പ്രൊനൗൺ അതിന്റെ ആ പ്രിപ്പൊസിഷൻ ഒബ്ജക്റ്റ് ആണ്, പിന്നെ നമുക്ക് അവിടെ സബ്ജക്റ്റ് ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രൊനൗൺസിന് മറ്റു ഫോംസും ഉണ്ട്. പൊസസീവ് പ്രൊനൗൺസ് ഉണ്ട്. ഇത് ആക്ച്വലി രണ്ട് തരത്തിലുണ്ട്. പൊസസീവ് പ്രൊനൗൺസും ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ്സും ഉണ്ട്. പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഈ ഫോംസ് ആണ്: മൈൻ, അവേഴ്സ്, ഹിസ്, ഹേർസ്,
theirs, yours, its. ഇതെല്ലാമാണ് പൊസസീവ് പ്രൊനൗൺസ്. ഇവർക്ക് തനിച്ച് നിൽക്കാൻ സാധിക്കും. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. അവർക്ക് തനിച്ച് നിൽക്കാനാവില്ല. ഒരു നൗണിന്റെ കൂടെയാണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക. മൈ, എൻ്റെ, അവർ, ഞങ്ങളുടെ, ഹിസ്, അവൻ്റെ, ഹെർ, അവളുടെ, ദയർ, അവരുടെ, യുവർ, നിന്റെ, ഇറ്റ്സ്, അതിൻ്റെ. ഇറ്റ്സ് എന്നതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രൊനൗണും ഒരേ ഫോം തന്നെയാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. ദിസ് ഈസ് മൈ ബാഗ്. ഇത് എൻ്റെ ബാഗാണ്. ഇവിടെ ബാഗ് എന്ന ആ നൗണിന് മുന്നിലാണ് നമ്മൾ മൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ബാഗ്. ഇങ്ങനെ നൗൺസിന് മുന്നിൽ വരുന്ന പ്രൊനൗൺസിനെ നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് പറയാം. നൗൺസിന് മുന്നിൽ വരുന്ന വാക്കുകൾ പൊതുവെ അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ദിസ് ഈസ് മൈ ബാഗ് എന്നതിൽ മൈ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അത് പൊസഷൻ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. എൻ്റെ ബാഗ് ആ അർത്ഥത്തിലാണ്. എൻ്റെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മൈ. അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതിനുശേഷം എല്ലായ്പ്പോഴും ഒരു നൗൺ ഉണ്ടായിരിക്കണം. ഈ രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ദിസ് ബാഗ് ഈസ് മൈൻ. ഈ ബാഗ് എൻ്റെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് മൈ അല്ല, മൈൻ ആണ്. ഇത് പൊസസീവ് പ്രൊനൗൺ ആണ്. മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവിന്റെ പ്രൊനൗൺ ഫോം ആണ് മൈൻ. അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. ദിസ് ബാഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞാലും ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. തനിച്ച് നിൽക്കുന്ന സമയത്ത് പൊസസീവ് പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു നൗണിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഈസ് ദിസ് യുവർ പെൻ? ഇത് നിന്റെ പേനയാണോ? പെൻ എന്ന നൗണിന് മുന്നിൽ നമ്മൾ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത്. യുവർ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഈസ് ദിസ് പെൻ യുവേഴ്സ്? ഈ പേന നിന്റെയാണോ? ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് യുവേഴ്സ് ആണ്. അത് തനിച്ച് നിൽക്കുന്ന ഒരു വാക്കാണ്. അത് പ്രൊനൗൺ ആണ്, അഡ്ജക്റ്റീവ് അല്ല. ഈസ് ദിസ് പെൻ യുവേഴ്സ്? ഈസ് ദിസ് പെൻ യുവർ എന്ന് ചോദിച്ചാൽ പോരാ, യുവേഴ്സ്, നിന്റെയാണോ? ദിസ് ഈസ് മൈ ടിക്കറ്റ്. ടിക്കറ്റിന് മുന്നേ നമ്മൾ മൈ ആണ് ഉപയോഗിച്ചത്. ദിസ് ടിക്കറ്റ് ഈസ് മൈൻ. ഇത് എൻ്റെ ടിക്കറ്റ് ആണ്. വെർ ഈസ് യുവേഴ്സ്? നിന്റെ എവിടെയാണ്? യുവേഴ്സ് എന്നതുകൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത് വെർ ഈസ് യുവർ ടിക്കറ്റ് എന്നതാണ്. വെർ ഈസ് യുവർ ടിക്കറ്റ് അല്ലെങ്കിൽ വെർ ഈസ് യുവേഴ്സ്. ദിസ് ഈസ് മൈ ടിക്കറ്റ്. വെർ ഈസ് യുവേഴ്സ്? ഇത് എൻ്റെ ടിക്കറ്റ് ആണ്. നിന്റെ എവിടെയാണ്? വെർ ഈസ് യുവർ എന്ന് ചോദിച്ചാൽ പോരാ, വെർ ഈസ് യുവേഴ്സ്. അങ്ങനെ തന്നെ വേണം അത് ചോദിക്കാൻ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നൽകിയത്. വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എക്സാംസിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ ആവശ്യമായ ടിപ്സും ഗ്രാമറുമാണ് ഈ ലെസൺസിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനലിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.